ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഏറ്റവും പുതിയ ട്രെയിനിങ് സെഷന് ശേഷമുള്ള ബ്രസീലിന്റെ സാധ്യതാ ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ 5 മാറ്റങ്ങളോട് കൂടിയുള്ള ഒരു ലൈനപ്പായിരുന്നു കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 2 മാറ്റങ്ങളിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ലൈനപ്പ് പരിശോധിക്കുകയാണ്. 2 മാറ്റങ്ങൾ, ഒന്ന് റൈറ്റ് ബാക്ക് പൊസിഷനിൽ റോജർ ഇബാനസിന് പകരം ഡാനിലോ വരും എന്നുള്ളതാണ്. ഇനി മുന്നേറ്റ നിരയിൽ ഇഗോർ തിയാഗോക്ക് പകരം മാത്യൂസ് കുഞ്ഞ വരും എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 9 പേരും സ്റ്റാർട്ടിംഗ് 11-ൽ തുടരും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രസീലിന്റെ സാധ്യത ലൈനപ്പ് ഒന്ന് നോക്കാം. 4-3-3 എന്നുള്ള ഒരു ലൈനപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ ആയിരിക്കും. അതുപോലെ തന്നെ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഡഗ്ലസ് സാന്റോസും ഡാനിലോയും ഉണ്ടാകും. സെന്റർ ബാക്കുമാരായിക്കൊണ്ട് മാർക്കിന്യോസും ഗബ്രിയേൽ മഗല്ലസും ഉണ്ടാകും. മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗിമിറസ്, ലുക്കാസ് പക്കേറ്റ എന്നിവർ തുടരും എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. മുന്നേറ്റ നിരയിൽ റാഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും ഉണ്ടാകും. കൂടാതെ മാത്യൂസ് കുഞ്ഞയും ഉണ്ടാകും. ഇങ്ങനെയാണ് ESPN ബ്രസീൽ നൽകിയിട്ടുള്ള ഒരു 11. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിന് മുന്നേ ഒരുപാട് സാധ്യത 11കൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ലൈനപ്പ് ആയിരുന്നു കാർലോ ആഞ്ചലോട്ടി ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെയ്ത്തിക്കെതിരെ ഈ 11-ൽ നിന്നും എന്തെങ്കിലും സർപ്രൈസുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ഏതായാലും ഹെയ്ത്തിക്കെതിരെ ബ്രസീലിന് ഒരു വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ലൈനപ്പ് ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തും എന്നാണ് ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.